നമസ്കാരം. ഇതാണ് കോഴിക്കോട്ടെ വിവാദമായ ജനകീയ പ്രതിഷേധത്താൽ ശ്രദ്ധേയമായ ആവിക്കൽ തോട്. ഇവിടെ നിൽക്കുമെന്നൊരു സ്മെല്ലില്ലേ? നല്ല മാലിന്യം നിറഞ്ഞ നമുക്ക് ഇതിന്റെ ഒരു ജലം നോക്കിയാൽ അറിയാം. പലയിടങ്ങളിൽ നിന്നെത്തുന്ന മാലിന്യങ്ങൾ ഇതിലേക്ക് അടിഞ്ഞ് അത് കെട്ടിക്കിടന്ന് വല്ലാത്തൊരു ദുർഗന്ധം. അത് മാത്രമല്ല എന്തൊക്കെ മലിനീകരണ പ്രശ്നങ്ങൾ. ഇപ്പോൾ കോഴിക്കോട്ടെ ഈ കടപ്പുറം സൈഡ് മൂന്നാലിങ്കൽ ഉൾപ്പെടെയുള്ള ബീച്ച് ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള മലിനജലമാണ് കാര്യമായിട്ട്. ഇതൊക്കെ സൈഡിലൊക്കെ വീടുകളാണ്, മൊത്തം വീടുകളാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് കൊണ്ടുവരാൻ, സ്വീവേജ് പ്ലാന്റ്, ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൊണ്ടുവരാൻ കോർപ്പറേഷൻ ഉദ്ദേശിക്കുകയും അത് പ്രഖ്യാപിക്കുകയും, പക്ഷെ അതിനെതിരെ കാര്യമായ ജനകീയ പ്രതിഷേധം ഇവിടെ നടക്കുകയും 3 വർഷത്തോളം നീണ്ട വലിയ പോരാട്ടം നടന്നു. പക്ഷെ അതിനുശേഷം കോർപ്പറേഷൻ യോഗത്തിൽ ജില്ലാ കളക്ടറൊക്കെ വിളിച്ചു ചേർത്ത് ഇങ്ങനെ ഒരു പ്ലാന്റ് ഇവിടെ വരില്ല എന്ന് ഉറപ്പ് ഇവർക്ക് നൽകി. പക്ഷെ ഇപ്പോഴും ഇവർ പറയുന്നത് അതിനുള്ള നീക്കങ്ങൾ. കഴിഞ്ഞ ദിവസം പോലും തോട്ടിലെ വെള്ളം എടുത്ത് പരിശോധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്ലാന്റ് പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഈ പ്ലാന്റിനെതിരെയുള്ള സമരം മൂർച്ഛിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ലഭിച്ച ഉറപ്പ് പാഴ്വാക്കാകുമോ എന്ന സംശയമുള്ള ഘട്ടത്തിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് ഈ ആവിക്കൽ തോടും ഇവിടുത്തെ ജനകീയ പ്രതിഷേധവും എത്ര കണ്ട് ഒരു വിഷയമാണ് ഇവിടെ. അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോഴും ഈ പ്ലാന്റ് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണല്ലേ? ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? ഞാൻ ഇവിടെ വാർഡ് 67 2 വർഷത്തോളം ഇവിടുത്തെ കൗൺസിലറാണ്. എന്താ പറയാനുള്ളത്? ഈ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റിന്റെ പദ്ധതിയുമായി വരുന്ന സമയത്ത് നിലവിലുള്ള കൗൺസിലറായിരുന്നു. പക്ഷെ ഞങ്ങൾ പോലും അറിയാതെയാണ് ഞങ്ങളുടെ വാർഡ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അന്ന് ഉണ്ടായിട്ടുള്ള 2 UDF വാർഡാണ് കോഴിക്കോട് കോർപ്പറേഷൻ അന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് മുഖദാറും ഒന്ന് നമ്മുടെ ഈ വെള്ളയിലും. അപ്പോൾ നമ്മൾ പോലും അറിയാതെയാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ശരി, അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷവും കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ നമ്മുടെ ഈ തോടിലുള്ള വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് തീർച്ചയായിട്ടും, കാരണം ഇത് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. അതൊരു സ്വീവേജ് പ്ലാന്റ് വരുന്നത് കൊണ്ടൊരു പക്ഷേ നിങ്ങൾ ഈ മലിനജലം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതിൽ നിന്നൊരു മോചനം ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് സമയാസമയം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ലേ? സീവേജ് പ്ലാന്റ് എന്നുള്ളത് ഞങ്ങൾ ആരും എതിർക്കുന്നില്ല. കാരണം ഇന്നത്തെ ഇതിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് സീവേജ് പ്ലാന്റ്. പക്ഷെ ഇത്രയും തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഈ ഒരു പ്ലാന്റ് കൊണ്ടുവരുന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. 4 വാർഡിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറാണ് ഈ ഒരു ആവിക്കത്തോടിൽ വന്ന് ഡംപ് ചെയ്യുന്നത്. ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് മഴ പെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് 300ഓളം വീടുകൾ വെള്ളത്തിലാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മുന്നിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കരുത് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴുള്ള ഈ തോടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ 4 വർഷത്തോളമായി ഈ ഒരു തോട് ക്ലീൻ ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ ഫണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ നമ്മുടെ വാർഡിന് വേണ്ടിയിട്ട് ഇന്ന് വരെ അനുവദിച്ചിട്ടില്ല. അപ്പോൾ പറയുന്നത് ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മാലിന്യം നിറഞ്ഞ വെള്ളമൊക്കെ വീടുകളിലേക്ക് ഒരു 300 വീടുകളിലേക്കെങ്കിലും എടുക്കും. എന്താണ് തോടിന്റെ ക്ലീനിങ് പ്രോസസ് നടക്കാത്തത്? സമയാസമയം നമ്മൾ 2 വർഷം മുമ്പ് തന്നെ ഈ ആവിക്കൽ തോട് നവീകരിക്കണം, ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ സമരം ചെയ്ത് ഒട്ടനവധി പാർട്ടിക്കാർ ഇവിടെ വെച്ച് സമരം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ ക്ലീനിങ്ങും നടന്നില്ല. ഇപ്പം അവരുടെ ഈ കോഴിക്കോട് MLA നോർത്ത് മണ്ഡലത്തിലെ MLA 5 കോടി രൂപ ചെലവഴിച്ച് ആവിക്കൽ തോട് നവീകരിച്ചെന്ന് പറഞ്ഞ് ആവിക്കൽ തോടിന്റെ അവസ്ഥ ഇപ്പോഴും നമ്മൾ കാണുന്നില്ല. നമ്മുടെ മുമ്പിൽ യഥാർത്ഥ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ആവിക്കൽ തോടിന്റെ നവീകരണം നടക്കാത്തതുകൊണ്ട്, യാഥാർത്ഥ്യമായ ശാസ്ത്രീയമായ ക്ലീനിങ് നടക്കാത്തതുകൊണ്ട് ആവിക്കൽ തോട്ടിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. പക്ഷെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ആവിക്കൽ തോട്ടിൽ വരാനിരിക്കുന്ന സീവേജ് ട്രീറ്റ്മെന്റ് അവർ ഉപേക്ഷിച്ചിട്ടില്ല. കാരണം കലക്ടറേറ്റിന് മുമ്പിൽ സമരസമിതിയുടെ നേതാക്കളും പിന്നെ ജനപ്രതിനിധികളും എല്ലാവരും ഉള്ള ഒരു മീറ്റിംഗിൽ തന്നെ പറഞ്ഞ ആവിക്കൽ തോട്ടിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇവരെ വിശ്വാസമില്ല. കാരണം പല ഘട്ടത്തിലും നമ്മുടെ സമരം നടക്കുന്ന സമയത്ത് തന്നെ മേയർ ഒന്ന് പറയും, ഡെപ്യൂട്ടി മേയർ വേറൊന്ന് പറയും, മേയർ വൈകുന്നേരം പറയും ആവിക്കൽ തോട്ടിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉപേക്ഷിച്ചു. പിറ്റേന്ന് രാവിലെ CPMന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരും. ഡെപ്യൂട്ടി മേയർ പറയും അങ്ങനെ ഒരു ഉപേക്ഷം നടന്നിട്ടില്ല, അങ്ങനെ ഒരു ഉപേക്ഷിച്ചിട്ടില്ല, ആവിക്കൽ തോട്ടിൽ തന്നെ ആ പ്ലാന്റ് കൊണ്ടുവരുന്ന. ഞങ്ങൾക്ക് ഇവരെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഒരാഴ്ച മുമ്പ് ഇവിടുന്ന് വെള്ളം എടുത്ത് പരിശോധിക്കുകയും ഇതുപോലെ തന്നെ 2 വർഷം മുമ്പ് വെള്ളം എടുത്ത് പരിശോധിച്ചിട്ടാണ് ഇത്തരം അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായത്. പ്ലാന്റ് വരികയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് നിങ്ങൾ മെയിനായിട്ട് നമ്മൾ ഈ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ആവിക്കൽ തോട്ടിലെ മാലിന്യം എടുത്ത് ക്ലീൻ ആക്കാനല്ല, ക്ലീൻ ചെയ്യാനോ ശാസ്ത്രീയമായിട്ട് പരിഹരിക്കാനല്ല ഈ ആവിക്കൽ തോട്ടിലെ പ്ലാന്റ് വരുന്നത് സീവേജ് ട്രീറ്റ്മെന്റ്, കക്കൂസ് മാലിന്യം ശാസ്ത്രീയമായി ട്രീറ്റ്മെന്റ് ചെയ്ത് ഈ തോട് വഴി കടലിലേക്ക് വിടാനാണ്. ഈ കടലിലേക്ക് നിറവിടെ 80% മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലം. അവരാകെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഈ കടലും ഈ ഹാർബറുമാണ്. ഇവിടുന്ന് 50 മീറ്ററുള്ള ഈ എൻട്രൻസിൽ നിന്ന് 50 മീറ്ററുള്ള ഹാർബറിലേക്ക്
ഇവിടുന്ന് പോകുന്ന വേസ്റ്റ് വെള്ളം മുഴുവൻ ഈ ഹാർബറിൽ കയറിയാൽ അവിടെ കൊണ്ടുവരുന്ന മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവരുന്ന മത്സ്യത്തിന് ഒരു മാർക്കറ്റുണ്ട്. കോർപ്പറേഷൻ പറയുന്നത് അത് ശുദ്ധീകരിച്ച ശേഷമുള്ള വെള്ളവും കാര്യങ്ങളും ഒഴുക്കി വിടുമെന്നല്ലേ? 10 വർഷമായി മുട്ടത്തറയിലെ പ്ലാന്റ് വർക്ക് ചെയ്യുന്നു. നമ്മളത് പോയി പരിശോധിച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ വിഷ്വൽ, അവിടുത്തെ റിയൽ ഡീറ്റെയിൽ നമ്മളിവിടെ ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ച സമാനമായ പ്ലാന്റ്. അവിടുന്ന് രാത്രിയുടെ മറവിൽ അതല്ലെങ്കിൽ അതിന്റെ ഈ ക്ലീൻ ചെയ്യുന്ന മെറ്റീരിയലൊക്കെ പുറത്ത് വിറ്റുകൊണ്ട് അവർ രാത്രിയുടെ മറവിൽ ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കലക്കിയിട്ടാണ് ഈ കടലിലേക്ക് വയ്ക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഭയമുണ്ട്. അവിടുത്തെ ജനങ്ങൾ വളരെയധികം ദുരിതം അനുഭവിച്ച് ജീവിക്കുകയാണ്. രോഗബാധിതരാണ് എല്ലാവരും. അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ ഏത് വില കൊടുത്തും ഇനിയും ഈ ആവിക്കത്തോട്ടിൽ ഈ സമരം ഈ പ്ലാന്റ് വരാണ് ഞങ്ങൾ എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഈ സർക്കാർ മുട്ടുമടക്കിയത് വീണ്ടും മുട്ടുമടക്കി പോകേണ്ട അവസ്ഥയിലേക്ക് ജനങ്ങൾ അതിന് തയ്യാറാണ്. ശരി, അങ്ങനെ നിങ്ങളുടെ ഒരു സമരം തുടരുന്നതിനിടയിലാണ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഈ പ്രശ്നം എത്ര കണ്ട് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണ്? അത് 100% ജനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് നല്ലവണ്ണം അറിയാം ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുണ്ട്. ഇപ്പോൾ മറ്റേ ദാവൂദ് പറഞ്ഞ പോലെ ഈ വെള്ളം കടലിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാർബറിൻ്റെ എൻഡാണ് ഇവിടെ. ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഏത് സമയത്തും വടക്ക് ഭാഗത്തു നിന്ന് തെക്ക് ഭാഗത്തേക്കാം. അപ്പോൾ ഈ ഒഴുക്കിനനുസരിച്ച് എന്താക്കും, ഹാർബറിൻ്റെ അകത്തേക്കാണ് ഇത് കയറിച്ചല്ല. ഈ ഹാർബറിനകത്ത് മത്സ്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഈ തോണിലേക്ക് കുറച്ച് കോരി ഒഴിക്കും, സോഫ്റ്റായിട്ട് മീൻ കോരിയെടുക്കാൻ വേണ്ടി. ഈ കോരിയെടുക്കുന്ന സമയത്ത് ആ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളമായിരിക്കും നമ്മൾ ഈ മീനിലേക്ക് ഒഴിക്കുന്നത്. അതോടെ എന്താക്കും, ഈ ഹാർബറും സ്റ്റോപ്പാവും, ഈ മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാവും. കാരണം ഈ മറ്റേ വിവരങ്ങൾ എല്ലാ ഭാഗങ്ങളും അറിയാം. ഈ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നതും ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളൊന്നും പരിശോധിക്കാതെ അതിലൊരു പഠനമൊന്നും നടത്താതെയാണോ ഈ പ്ലാന്റുമായി മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും ഒരു പഠനവും നടത്തിയിട്ടില്ല. വാർഡ് കൗൺസിലർ അറിയില്ല. ഇവിടെ വന്നേ മണ്ണ് പരിശോധന എന്ന് പറഞ്ഞ് കുറേ JCBയും പൊക്ലൈനറും മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി ഇത് മാന്തുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ അറിയുന്നത്. അതുവരെ വാർഡ് കൗൺസിലറെ അറിയിച്ചിട്ടില്ല. പിന്നീട് ഇത് പ്രശ്നമായി വന്നപ്പം പറഞ്ഞ് വാർഡ് കൗൺസിലറെ അനുകൂലിച്ചിട്ടാണ് വരുന്നത്. അത് നമ്മുടെ വിവരാവകാശ നിയമപ്രകാരം അതിൻ്റെ രേഖ അതാത് ദിവസത്തെ മിനിസ്റ്റർ ബുക്കിൻ്റെ രേഖ നമ്മൾ ചോദിച്ചപ്പോൾ വാർഡ് കൗൺസിലർ ഇതിനെ അനുകൂലിച്ചിട്ടില്ല. 100% അനുകൂലിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തൊട്ട വാർഡിലുണ്ടായിരുന്ന CPM കൗൺസിലർ, അന്നത്തെ വാർഡ് 67 കൗൺസിലർ, ആ കൗൺസിലർ ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഈ പ്രദേശത്തെ മുഴുവൻ 3-4 വാർഡ് അടങ്ങുന്ന ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും CPMനും ഇടതുപക്ഷ കോർപ്പറേഷനെതിരായിട്ട് വോട്ട് ചെയ്യും. അവർ ചെയ്ത അന്നത്തെ ഒരുപാട് ആളുകൾ പരിക്ക് പറ്റിയിട്ടും മറ്റുമൊക്കെ ആസ്പത്രിയിലും അല്ലാതെയും വീട്ടിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരിൽ ഒരുപാട് കേസുണ്ട്. ആ കേസൊക്കെ ഇവർ പിൻവലിക്കുക എന്ന് പറഞ്ഞ് ഇന്നേ വരെ പിൻവലിച്ചിട്ടില്ല. കാരണം ഇവരെ വിചാരം ആ കേസ് നിലനിർത്തിയിട്ട് വീണ്ടും ഇവിടെ പ്ലാന്റ് കൊണ്ടുവരാമെന്നാണ് ഇവരെ അഭിപ്രായം. അതാണ്. പക്ഷെ അതേതായാലും ഇവിടുത്തെ പൊതുജനം സമ്മതിക്കില്ല. ഇതിനെതിരായിട്ട് ഈ പൊതുജനം മുഴുവനും വോട്ട് രേഖപ്പെടുത്തും. ആ കാര്യം എത്ര പേർക്കെതിരെ കേസ് കാണും അന്നത്തെ സമരത്തിന്റെ ഭാഗമായിട്ട്? ഒരുപാട് പേർക്ക് കേസുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജനകീയ സമരങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി സമരം നടത്തുമ്പോൾ അതിനെ തീവ്രവാദ ചാപ്പ ചുമത്തുന്ന ഒരു രീതി CPMനുണ്ട്. അത് സ്റ്റേറ്റ് തലങ്ങളിലുണ്ട്, തദ്ദേശ തലങ്ങളിലുണ്ട്. അങ്ങനെ വന്നതാണ് ഇവിടുത്തെ മോഹൻ മാസ്റ്റർ പറഞ്ഞത് ഇവിടുത്തെ സമരക്കാർ തീവ്രവാദികൾ എന്ന ചിത്രം വരുത്തി തീർത്തു. അങ്ങനെയൊന്നും തീവ്രവാദികളാക്കാൻ പറ്റുന്ന മനുഷ്യരല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഈ പറഞ്ഞ CPMകാരെല്ലാം മെമ്പർഷിപ്പുള്ള ആൾക്കാരാണ് ഈ സമരത്തിന് മുൻപന്തിയിൽ ഉണ്ടായിട്ടുള്ളത്. ചരിത്രം അങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി ഈ സമരവുമായി ഈ പ്ലാന്റുമായി ഇനിയും മുന്നോട്ട് വരാനാണ് ഇവിടുത്തെ CPM നേതൃത്വം തീരുമാനിക്കുന്നതെങ്കിൽ അതിന് മുന്നിൽ നിൽക്കാൻ ഇവിടുത്തെ CPMമാർ ഇപ്പോഴും തയ്യാറാണ്. ഇവിടെ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിനപ്പുറം ഇവിടെ ഒരു കൂട്ടം ജനങ്ങളാണ്. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഈ വാർഡിൻ്റെ അല്ലെങ്കിൽ ഈ നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മത്സ്യത്തൊഴിലാളികളാണ് ഈ നാടിൻ്റെ നട്ടെല്ല്. അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഈ നാടിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്ലാന്റിനെ കൃത്യമായി നാട് എതിർക്കും. അപ്പോൾ ഈ പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം കുടുംബങ്ങളെ ആയിരിക്കും അത് ബാധിക്കുക? അതായത് ഇവിടെ ഉള്ള 80% ഏകദേശം ഒരു 10-12,000 ജനങ്ങൾ ഉള്ള ഒരു ഏരിയയാണിത്. ഈ 12,000 ജനങ്ങളിൽ ഏകദേശം ഒരു 10,000 ജനങ്ങളും മത്സ്യത്തൊഴിലാളികളാണ്. ഈ പ്ലാന്റിനെ ഡിപ്പെൻഡ് ഈ ഹാർബറിന് കടലിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് ഒറ്റക്കെട്ടാണ്. ഇവർക്ക് ഇവിടെ ഈ അതായത് ഈ തിക്കിൽ പോപ്പുലേറ്റഡ് ഉള്ള ഈ ജനവിഭാഗം താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഒരു പ്ലാന്റ് സ്ഥാപിച്ചിട്ട് ഈ ജനങ്ങളെ ഭിന്നിപ്പിക്കുക. കാരണം ഈ ഇവരെ പാർട്ടിക്കാർ പോലും നമ്മുടെ സമരത്തിൽ പങ്കെടുത്ത് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPMന്റെ ഇവിടുത്തെ ജനങ്ങൾ, CPM പാർട്ടിയല്ല അവിടുത്തെ ജനങ്ങൾ, അവരുടെ മുഴുവൻ പ്രവർത്തകരും നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ ഇത് ഈ നാട്ടിൽ കാരണം ഇനിയും ഇത് കൊണ്ടുവരുമ്പം നോ എന്ന് പറയാൻ കോഴിക്കോട് കോർപ്പറേഷനിൽ നമ്മുടെ ഒരു പ്രതിനിധി വേണം. ഞങ്ങളുടെ ഈ തൊട്ടടുത്തുള്ള വാർഡിലെ പ്രതിനിധികളും അതിൻ്റെ അപ്പുറത്തുള്ള വാർഡിലെ പ്രതിനിധികളൊക്കെ ഇതിനെ അനുകൂലിച്ചാണ്
കാരണം ഇവിടെ ഈ റോട്ടിൽ കുഴിച്ചു കൂടാൻ കൊണ്ടുവന്ന പൈപ്പ് പോലും അടുത്തുള്ള വാർഡ് മഹേഷിന്റെ വാർഡിൽ അവന്റെ പിന്നെ തറവാട് വീട്ടിന്റെ മുമ്പിൽ 50,000 രൂപ മാസത്തിൽ വാടകയ്ക്ക് കൊടുത്തിട്ട് ആ പൈപ്പുകളൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്. കാരണം അവർക്ക് ഏത് രീതിയിലും പോയാലും പണമാണ് അവർക്ക്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ പ്ലാന്റ് വരുമെന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണല്ലോ. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജയിച്ചു വരികയാണെങ്കിൽ എന്ത് ഉറപ്പാണ് ഇവിടെ ഉണ്ടാവും? ഈ ഒരു 10 വർഷക്കാലം ഈ ജനങ്ങളുടെ കൂടെ അവരുടെ എന്ത് സമരമാണെങ്കിലും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും മുന്നിൽ നിന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് വീണ്ടും ഞാനിവിടെ മത്സരിക്കുന്നത്. ഈ ഒരു തിരഞ്ഞെടുപ്പ് കഴിയുകയാണെങ്കിൽ STP പ്ലാന്റുമായി കോർപ്പറേഷൻ മുന്നോട്ട് വരികയാണ്, തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായി ഞങ്ങൾ എതിർക്കും. കാരണം എന്ത് തന്നെയായാലും ഇവിടെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു വാർഡിൽ ഇങ്ങനെയൊരു പദ്ധതി ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സമ്മതിക്കും. ഇപ്പൊ താങ്കൾ വീടുകൾ കയറുമ്പോൾ ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം. തീർച്ചയായിട്ടും വളരെയധികം ആളുകൾ ഈ ഒരു വിഷയവുമായിട്ട് ബോധവടാണ്. കാരണം ഇനി ഇത് വരുമോ ഉള്ളൊരു ആശങ്കയാണ്. കാരണം അത്രയും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ തിങ്ങി താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു ടെൻഷൻ തന്നെ. കാരണം അത്രയും കേസുകൾ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മേലിൽ ചുമത്തിയിട്ട് കേസിന്റെ നടപടികളൊക്കെ ഇപ്പോഴും പോകുന്നുണ്ടല്ലോ. നടപടി 388 ആളെ പേരിൽ കേസുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ 78 ആളെ പേരിൽ ഇപ്പം കേസിന് നിലവിലുണ്ട്. ബാക്കി ഞാൻ ഈ സമരസമിതിയുടെ ചെയർമാനാണ്. എന്റെ പേരിൽ ഇപ്പോഴും കേസ് ബാക്കിയുണ്ട്. 18 കേസ് എടുത്തിട്ടുണ്ട്. കോഴിക്കോട് ഈ പിന്നെ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ 18 കേസുണ്ട്. അതിൽ 388 ആൾ പേരുണ്ട്. ഇപ്പോൾ 78 ആള് ബാക്കിയാണ്. 300 ആളെ പേരുള്ള കേസ് 3,78,000 രൂപ നമ്മുടെ കോടതിയിൽ കെട്ടിവെച്ച് പാവങ്ങൾ തരുന്ന 100 രൂപയും 50 രൂപയും കെട്ടിവെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. അത് മാത്രമല്ല നമ്മുടെ ഈ സോഫിയ MP എതിരായിട്ട് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥി ബുഷറത്ത് കഴിഞ്ഞ തവണ 27 വോട്ടിന് സോഫിയയോട് തോറ്റ ആളാണ്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPM-ന്റെ ചിഹ്നത്തിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിച്ച വ്യക്തിയാണ്. ഇപ്പം വരുന്നത് തെങ്ങ് എന്ന അടയാളത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്. അത് മാത്രമല്ല നമ്മുടെ ഈ സമരത്തെ കളിയാക്കി ഇവിടെ പ്രകടനം നടത്തിയവരാണ്. ഈ സമരത്തിൽ നിന്നവരെ ചീത്ത വിളിച്ച് പ്രകടനം നടത്തിയവരാണ് ഈ ബുഷറത്തിന്റെ പാർട്ടിക്കാരും CPM-കാരും. ഈ കുന്നമ്മൽ പ്രദേശത്ത് വെച്ചിട്ട് ഈ പുതിയാട് പ്രദേശത്ത് വെച്ചിട്ട് പ്രകടനം നടത്തി ഈ ആവിക്കത്തോട്ടിലെ ഈ പിന്നെ സമരത്തിൽ പങ്കെടുത്തവരെ വകവരുത്തും, വീട്ടിൽ കയറി കൈകാര്യം ചെയ്യും, സ്ത്രീകളടക്കമുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്നു പറഞ്ഞവരാണ് സ്ഥാനാർത്ഥി ഇപ്പം വോട്ട് ചോദിച്ചു വരുന്നത്. അതിന് മറുപടി ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. ശരി, എന്തായാലും 2 വാർഡുകളുടെ അതിർത്തിയാണ് ദിവ്യ. ഇത് തോപ്പയിൽ വാർഡ് വെള്ളയിൽ. തോപ്പയിലിനും വെള്ളയിലിനും ഇടയിലൂടെയാണ് ഈ തോട് ഒഴുകുന്നില്ല. മാലിന്യമാണ് ഒഴുകുന്നത്. അപ്പൊ ഈ മേഖലയിലെ ആകെ നീറുന്ന പ്രശ്നം ഈ ആവിക്കൽ തോടും ഈ സ്വീവേജ് പ്ലാന്റും തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് പ്രധാനമായി ഈ വിഷയം. യെസ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയായിരിക്കും ഈ പ്ലാന്റിനെതിരെ നടന്ന സമരങ്ങൾ, ഈ ആവിക്കൽ തോട്ടിലെ മാലിന്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? അതെ, അതെന്തായാലും നമുക്ക് വോട്ടെടുപ്പ് കഴിയുന്നതുവരെ, വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരും. എന്താകും തെരഞ്ഞെടുപ്പ്? വോട്ട് പാതയുടെ സഞ്ചാരം തുടരുന്നു. മറ്റൊരിടത്ത് വീണ്ടും കാണാം.